അട്ടിമറികൾ ഏറെ കണ്ട ടൂർണമെന്റ്. കൊമ്പുകുലുക്കിയെത്തിയ ചാമ്പ്യന്മാരായ ഇറ്റലി ഉൾപ്പെടെയുള്ള വമ്പന്മാർ പാതി വഴിയിൽ വീണു. ഇനി അംഗം അവസാന 4-ലാണ്. യൂറോ കപ്പിലെ ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ കലാശപ്പോരിന് സമാനമായൊരു മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 5 മത്സരങ്ങളും ജയിച്ചെത്തുന്ന സ്പെയിൻ ആത്മവിശ്വാസത്തിലാണ്. 11 തവണ എതിരാളികളുടെ വലകുലുക്കിയ സ്പാനിഷ് സംഘം വഴങ്ങിയത് 2 ഗോൾ മാത്രം. യുവനിരയാണ് സ്പെയിനിന്റെ കരുത്ത്. ടൂർണമെന്റിലെ പ്രായം കുറഞ്ഞ താരം ലാമിൻ യമാൽ മൈതാനത്ത് നിറഞ്ഞാടുകയാണ്. നിക്കോ വില്യംസ്, അൽവാരോ മൊറാട്ട, ഡാനി ഒൽമോ എന്നിവരാണ് മുന്നേറ്റത്തിലെ പ്രമുഖർ. മധ്യനിരയുടെ കടിഞ്ഞാൺ റോഡ്രിയുടെ കാലുകളിലും. എന്നാൽ പെട്രിയുടെ പരിക്കും കർവാഹൽ, നോർമൻസ് എന്നിവരുടെ സസ്പെൻഷനും ടീമിന് തിരിച്ചടിയാണ്. കാര്യമായ ചലനമുണ്ടാക്കാതെയാണ് ഫ്രാൻസിന്റെ വരവ്. ഫ്രഞ്ച് പട ടൂർണമെന്റിൽ നേടിയ 3 ഗോളുകളിൽ 2 എതിർ ടീമിന്റെ സംഭാവനയായിരുന്നു. മൂന്നാമത്തേതാകട്ടെ പെനാൽറ്റിയും. എതിരാളികളുടെ ബോക്സിലേക്ക് പന്തെത്തിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ കഴിയുന്നില്ലെന്നതാണ് വലിയ പോരായ്മ. മുന്നേറ്റത്തിൽ എംബാപ്പയും തുറാമും ഷോട്ടുകൾ എടുക്കുന്നുണ്ടെങ്കിലും ഗോളാകുന്നില്ല. മധ്യനിരയിൽ നിന്നും ഗ്രീസ്മാനും ഷുവാമേനിയും കാൻഡയും നൽകുന്ന പന്ത് എതിർവലയിൽ എത്തിക്കാനായാൽ മാത്രമേ സ്പെയിനിനെ പരീക്ഷിക്കാനെങ്കിലും ഫ്രാൻസിന് കഴിയൂ. ബെർലിനിലെ കലാശപ്പോരിലേക്ക് എത്തുന്ന ആദ്യ ടീം ആരാകും? ഫ്രാൻസോ സ്പെയിനോ? ഉത്തരമറിയാൻ മണിക്കൂറുകൾ മാത്രം.